കൃഷി ഓഫീസർ എത്തി അല്ലേ? അപ്പം സ്വപ്ന ഇതുപോലെയുള്ള ചെറുകിട സംരംഭകർക്ക് വരാവുന്ന വിധത്തില് ഇപ്പൊ ഒരു അടുത്ത ഓണത്തിന് വേണ്ടിയിട്ടാണല്ലോ അടുത്തത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അവരെന്തൊക്കെയാണ് അതിൽ ഫോക്കസ് ചെയ്യാവുന്നത്? ചന്ദ്രികയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പ്ലാനിങ്ങോടുകൂടി കൃഷി ചെയ്യുന്നു. അത് പ്ലാൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ മാർക്കറ്റ് കണ്ടെത്തുന്നു. അതിനെന്തൊക്കെ ടെക്നിക്കൽ സപ്പോർട്ട് വേണമെന്നുള്ളതെല്ലാം കൃഷിഭവനിലെത്തി അത് ഏത് വെറൈറ്റി കൃഷി ചെയ്യണം, അതായത് കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് കൃഷി ചെയ്യുക, വർഷം മുഴുവനും കൃഷി. അപ്പോൾ ആ ഒരു വരുമാനം മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള കൃഷിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും അദ്ദേഹത്തിന് വേണ്ട ടെക്നിക്കൽ സപ്പോർട്ട് ഇവിടെ എത്തി നൽകി വർഷം മുഴുനീള കർഷക എന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. ഒപ്പം തന്നെ ഇവിടെ ഒരു മാർക്കറ്റിംഗ് ശൃംഖല തന്നെ ചന്ദ്രികയ്ക്ക് സ്വന്തമായിട്ട് തയ്യാറാക്കി എല്ലാ ദിവസവും വന്ന് വാങ്ങാനുണ്ടാവും. ബാക്കി ശേഷിക്കുന്നവർക്ക് ചന്ദ്രികയും കുടുംബാംഗങ്ങളോട് ചേർന്ന് വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ അത് ഇവിടെ മാർക്കറ്റിംഗ്, ലോക്കൽ മാർക്കറ്റിന് യാതൊരു ബുദ്ധിമുട്ടും ചന്ദ്രികയ്ക്കില്ല. അതാണ് ശരിക്കും ഒരു പ്ലാനിങ് എന്ന് പറയുന്നത്. പാവലും പയറും ചീരയാണ്. ചീര വർഷം മുഴുവൻ റൊട്ടേറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അതെ, സാധാരണഗതിയിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്ത് മാറ്റാനാണോ, വേറെ ഏതെങ്കിലും പറയാനാണോ? അല്ല, ചീര നമ്മൾ വർഷം മുഴുവനും ചന്ദ്രിക ഏകദേശം 8 ക്രോപ്പ് വരെ ചീര ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഒരു ലോക്കൽ വെറൈറ്റി ചെയ്യുന്നുണ്ട്. പിന്നെ അതായത് അതിൽ പച്ചയും ചുവപ്പ്, കടും ചുവപ്പ് നിറമുള്ള ചീരയാണ് ചെയ്തു വരുന്നത്. രണ്ടിനും പ്രാദേശികമായിട്ട് നല്ല ഡിമാൻഡുണ്ട്, വർഷം മുഴുവനും ഡിമാൻഡുണ്ട്. പിന്നെ കൂടാതെ നമ്മൾ പ്രീതി, നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള പ്രീതിയാണ് പാവൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തത്. പിന്നെ പയർ ഇവിടെ നമ്മൾ അർക്കമംഗള എന്ന് പറയുന്ന നല്ല ഡിമാൻഡുള്ള കൂടുതൽ നല്ല നീളത്തിലുള്ള ഉണ്ടെങ്കിൽ ഡിമാൻഡ് അതിന് കുറവാണ്, ടേസ്റ്റ് കുറവാണ്. അർക്കമംഗള നല്ല ലോക്കൽ ഡിമാൻഡ് ഉള്ളത് കൊണ്ട് നമ്മൾ അതിൻ്റെ സീഡ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ പദ്ധതിയിലൂടെയാണ് നമ്മൾ സീഡ് അറേഞ്ച് ചെയ്ത് കൊടുത്ത് ഏകദേശം 1 ഏക്കറോളം സ്ഥലത്ത് പയർ കൃഷി അവർക്ക് വളരെ വിജയകരമായിട്ട് അത് ചെയ്യാൻ സാധിച്ചു. മികച്ചൊരു വരുമാനം നേടിക്കൊടുക്കാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കുട്ടികളെ പഠിപ്പിക്കുന്നതിനായാലും മറ്റ് എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്യുന്നതിനും കൃഷിയുടെ വരുമാനത്തിലാണ് പോകുന്നത്. കഴിഞ്ഞ ഒരു വർഷം ഞങ്ങൾ ഒരു ആവറേജ് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു 6 ലക്ഷം രൂപ ഒരു ഇൻകം എന്ന രീതിയിലേക്ക് റേസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്.